ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നൂഡിൽസ് ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നൂഡിൽസ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് പൊടിച്ച് ആണ് ഇടേണ്ടത്. ഏത് കമ്പനിയുടെ നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. ചെറിയ 2 കവർ നൂഡിൽസ് ആണ് ഞാൻ എടുത്തത്. നൂഡിൽസ് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നൂഡിൽസിന് വെള്ളം വാർത്ത് വയ്ക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി 1/2 കപ്പ് ക്യാബേജ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരല്പം മല്ലിയിലയും പുതിനയിലയും. വെജിറ്റബിൾസ് എല്ലാം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 2 കവർ നൂഡിൽസ് മസാലയാണ് ഞാൻ എടുക്കുന്നത്. ഏത് കമ്പനിയുടെ നൂഡിൽസ് ആണോ അതിന്റെ മസാല തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ ക്യാബേജ്, ക്യാരറ്റ് ഒക്കെ കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിൽ എന്ത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചതിൽ നിന്നും ഒരു വലിയ തവിയിൽ ഒരു തവി നമുക്കിത് എടുക്കാം. ഇനി ഇത് ദോശക്കല്ലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ പരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഓംലെറ്റും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഓംലെറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഒരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.